ചെയ്യുന്ന ഒരു എംപ്ലോയി ഒരിക്കലും 1 year ആയിട്ടും സെയിം സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ 1 yearൽ അവൻ്റെ എക്സ്പെൻസും സെയിം ആയിരിക്കണമെന്നല്ലോ നെക്സ്റ്റ് ഇയർ. പക്ഷെ എന്തുകൊണ്ട് ഈ 1 yearൽ അയാൾക്ക് ഗ്രോത്ത് ആയിട്ടില്ല? അതായത് അയാളുടെ ഗ്രോത്ത്. ഇപ്പം നമ്മളെ ഈ ഫാക്ടറീസ്, ഗവൺമെന്റ് ജോബ്, ഇവിടൊക്കെ നമ്മൾ ഈ പറയുന്ന ആനുവൽ ഹൈക്ക് നടക്കത്തില്ല. അതൊക്കെ വല്ലപ്പോഴുമേ മാറത്തുള്ളൂ, അല്ലേ? ഫാക്ടറീസിലൊക്കെ മിക്കവാറും സമരം ചെയ്തിട്ടായിരിക്കും ഒരു ഇതൊക്കെ ഇപ്പം എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നടക്കുന്നുണ്ടാവാം. അതുപോലെ ഗവൺമെന്റ് ആണെങ്കിലും അതൊരു കാലഘട്ടം കഴിയാതെ ഇപ്പം നഴ്സസ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജോബിന്റെ നേച്ചറിൽ മാറ്റമില്ല. ഇപ്പോൾ ഫാക്ടറീസ് എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്ന ടൈമിലും അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരേ ജോലി തന്നെ ആയിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് സെക്ടറിലാണെങ്കിലും ശരി, ഇപ്പം ഈ പഞ്ചായത്തിലാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ഒരേ ടൈപ്പ് ഓഫ് ജോബ് ചെയ്യുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഉള്ളൂ. സോ അപ്പം അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു റിസോഴ്സ് വാല്യൂ എന്ന് പറയുന്നത് കൂടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലേഷനെ ബേസ് ചെയ്തിട്ട് ഒരു കാലഘട്ടം കഴിയുമ്പം അതിനൊരു ചെറിയൊരു റിവിഷൻ വരുന്നത്. അതായത് ഈ പറയുന്ന ഇപ്പം ഏജസ് പറഞ്ഞ ഇൻഫ്ലേഷൻ്റെതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇത് വരുന്നത്. പക്ഷേ IT-യിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ വർഷവും മാറ്റം എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ലിൻ്റെ ഗ്രോത്ത് അതാവണം. പിന്നീട് എല്ലാ വർഷവും ന്യൂ ജോയിനീസും വരത്തില്ലേ? സോ അവരെയും ഹാൻഡിൽ ചെയ്യുന്നത് ഈ 1 year ആയിരിക്കും ട്രെയിനിങ് പീരീഡ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഉള്ള വർക്ക് കൂടുതൽ ചെയ്യുന്നത്. കൂടുന്നുണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ വർക്ക് കൂടുന്നുണ്ടായിരിക്കും, വർക്ക് ലോഡ് കൂടുന്നുണ്ടായിരിക്കും. പക്ഷെ അവരുടെ ഒരു എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ അതുകൂടെ ശ്രദ്ധിക്കണം, അവരുടെ നോളജ് ശ്രദ്ധിക്കണം. അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഹൈക്ക് ചെയ്യുന്നത്. അപ്പം ഈ വേരിയേഷൻ ഇൻ ഹൈക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എലിജിബിൾ ആണോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നു കഴിയും. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു ആവറേജ് ഒരു എംപ്ലോയി ഇപ്പം മേ ബി ഇപ്പം ഏജീസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏജീസ് വന്നിട്ട് ഇപ്പം ഇത്ര മാസം ആയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏജീസിനെ ഏൽപ്പിക്കാൻ പറ്റും. അതല്ല ഒരു 2 year ആകുമ്പോഴത്തേക്കും ഏജീസിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രതീക്ഷയിൽ സർപ്പാസ് ചെയ്യുമ്പോഴാണ്, അതിനേക്കാളും കൂടുതൽ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇപ്പം നമുക്കൊരു അൺടൈംലി ഹൈക്കോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് കൂടുതൽ ഒരു ഹൈക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതല്ല ഇപ്പം ഈ വന്ന സമയത്തും ഇപ്പം ചില ആൾക്കാർ ഇപ്പം വന്ന സമയത്ത് എങ്ങനെയാണോ സ്ലോ അതേ തന്നെ ആയിരിക്കും 1 year കഴിയും. ഒരു ചെറിയ നമ്മുടെ ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് ഗ്രോത്ത് അവർ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം ഈ പറയുന്ന ന്യൂ ജോയിൻസിനെ നോക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഇപ്പം ഏജസിൻ്റെ ഒരു തോട്ട് പോയിന്റിലായിരിക്കും. പക്ഷേ എത്രയോ ആൾക്കാർ 2 years ആയിട്ട് പോലും ഒരു ന്യൂ ജോയിനെ ട്രെയിനിങ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു നോളജ് ട്രാൻസ്ഫർ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ഇരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വരുന്ന സമയത്ത് നല്ല സ്പീഡും കാണിച്ചിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ബാക്ക്വേർഡ് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം നമ്മുടെ ഇതിലാണെങ്കിൽ ഇപ്പം ഈ ടെൻഡന്റ് വർക്ക് ഫോഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ വർക്ക് ട്രാക്കിംഗ്, അതായത് ജോബ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തേക്കുന്ന അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ടു-ഡേറ്റ് ഓഫീസറാണെങ്കിലും പ്രൊജക്ട് മാനേജ്മെന്റ് അത്യാവശ്യം ക്ലോസ്ഡ് ആയിട്ട് ട്രാക്ഡ് ആണ്. അതായത് ഓരോ ദിവസവും ഇപ്പോൾ ഡെയിലി റിപ്പോർട്ടിങ്ങിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടെ നമുക്ക് ഇതിനകത്ത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഓരോ സ്റ്റേജിലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അത് നേരത്തെ ഇപ്പോൾ ഡെയിലി റിപ്പോർട്ടിംഗ് വരുന്നതിന് മുമ്പാണെങ്കിലും ടൈം ലോഗിങ് ഇതിനകത്ത് നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ടൈം ലോഗിങ്ങിൽ ഇവർ ഓരോരുത്തരും ഇപ്പോൾ ഓരോ ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ ടൈം ലോഗിങ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് നമുക്കൊരു ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഈ ലേ ഓഫിൽ എഫക്റ്റ് അയക്കുന്നത് അതിന് മുമ്പ് നമ്മളിപ്പോൾ പെർഫോമൻസിൻ്റെ റീസണിൽ പറഞ്ഞേക്കുന്ന ആൾക്കാരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് നേരത്തെ ഒരു ടാസ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പം ഒരു ചെറിയൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ 50 days വരെ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ ചോദിക്കാം ഇതെന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ അത്രയും നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് പോകുമ്പോൾ ഇത് മാനേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഈ ഡെയിലി റിപ്പോർട്ടിങ്ങും പിന്നെ കുറച്ചുകൂടെ ഇൻ്റലിജൻസ് സിസ്റ്റംസ് കൊണ്ടുവന്ന ശേഷമാണ് നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് വിസിബിളായി വന്നത്. കാരണം നമ്മൾ എന്ത് കൺട്രോളിങ് സിസ്റ്റം ചെയ്താലും ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പതിവാണ്. അതൊരു നാച്ചുറൽ ഫിനോമിനൻ എന്ന് പറയാം, അല്ലേ? അപ്പൊ അതിൽ നോക്കുമ്പം പല ആൾക്കാരുടെയും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന പോലെ ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നല്ല അഭിപ്രായമായിരിക്കും. പക്ഷെ ഇവരുടെ വർക്ക് ലോഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എത്രയോ പേരെ കാണിച്ചിട്ടുണ്ട്.
ഡെയിലി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഇവരുടെ എക്സ്പ്ലനേഷൻ, ഇപ്പം ദ വർക്കിംഗ് ഓൺ ദ ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഇത് വീണ്ടും 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 തന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇയാൾ ഈ ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നു, ആ ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നു, ആ ആക്ടിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതെടുക്കുന്നു, ഇതെടുക്കുന്നു. അപ്പം ഒരു പ്ലാൻഡ് ആയിട്ട് ഈ ആക്ടിവിറ്റീസ് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ലേ ഓഫ് സ്റ്റോറിയിലും പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരു നെഗ്ലിജൻസ് കാണിച്ചു എന്നുള്ളത് റെക്കോർഡിക്കലായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം നെഗ്ലിജൻസ് എന്നല്ലാതെ നമുക്ക് വേറെ ഇപ്പം ഇപ്പം ഞാൻ എത്രത്തോളം പറയുന്നത്, ഇപ്പം ഞാൻ എഴുതിയ സോഫ്റ്റ്വെയർ ആണ്, എനിക്ക് അതിനകത്ത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ ഞാനിവിടെ അവൈലബിൾ ആണ്, ഫോണിൽ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഇപ്പം സ്റ്റക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കോള് പോലും വിളിക്കാത്ത ആൾക്കാരുണ്ട്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അതാണ് ഇതാണെന്ന് എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ ആ പ്രയോറിറ്റി ആക്ടിവിറ്റി ഒന്നും ഈ പ്രയോറിറ്റി ആക്ടിവിറ്റി ഒന്നും. ഇത് മറ്റേ അന്നത്തെ കിലുക്കത്തിലെ ഇന്നസെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് ചോദിക്കുമ്പോ അത് കിലുക്കത്തിലല്ലേ, മറ്റേ ഇല്ല മറ്റേ വേലക്കാരനാ കിലുക്കത്തിലെ മറ്റേ തിലകനുമായിട്ട് കിലുക്കത്തില അത് തന്നെ. അതിലെ അല്ല, അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അല്ല, അതിനെ തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഇത് ചോദിക്കുമ്പോൾ അതന്നേരല്ല അത് വന്നത്, അതെന്തായാലും ചോദിക്കുമ്പോൾ പറയും അന്നേരം അത് വന്നോണ്ട് അത് വിട്ടു. ഇത് റിപ്പോർട്ട്സ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. അല്ല, ഇത് തന്നെ ഇപ്പൊ ഈ ഒരു ഡെയിലി റിപ്പോർട്ട് തന്നെ ഒരു ഇതിന്റെ ഒരു ബേസിലാണ് സാർ അത് അങ്ങനെ ഒരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പം അത് ആസ് എ മാനേജർ അത് എനിക്കും ഒരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എംപ്ലോയി പെർസ്പെക്റ്റീവിൽ അത് അവര് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരത്തില്ല. എന്തായിരുന്നു ഇതിന്റെ ഒറിജിനൽ? അതിനല്ലേ ഡെയിലി റിപ്പോർട്ട് നമുക്ക് ദിവസം അവർക്ക് വിസിബിൾ ആവുന്നത് തന്നെ. അവർ ചെയ്ത ആക്ടിവിറ്റീസ് അവർക്ക് ഡെയിലി കാണാം. ഓക്കെ, പിന്നെ സിസ്റ്റം എൻഗേജ്മെന്റ് അതിനകത്ത് ഡിസ്പ്ലേ ആവുന്നുണ്ട്. സോ സിസ്റ്റം എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും പറയും ഞങ്ങളിപ്പം സിസ്റ്റം യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും മൗസ് അനക്കിക്കൊണ്ടിരിക്കണോ? അല്ല, അത് ഈ സാർ പറഞ്ഞ ഇപ്പൊ ഈ മോസ്റ്റ് ഓഫ് ദ ടൈം കാണുന്ന കമന്റ് ആണ് മൗസ് അനക്ക്. അതിപ്പോ ഒരാളെ വിളിച്ചിട്ട് നമ്മളിപ്പം ഫുൾ ടൈം മൗസ് അനക്കിക്കൊണ്ടിരിക്കും. മൗസ് അനക്കാനല്ല നമ്മൾ ശരിക്കും ഇവിടെ ആളെ വെക്കുന്നത്. ആൻഡ് ഒരു സിസ്റ്റം എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിപ്പോ ഞാനായാലും ശരി, ഇപ്പൊ പ്രോഗ്രാം നല്ല ഹൈ ലെവലിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളായാലും ശരി, നമുക്ക് 100% ടൈമിൽ സിസ്റ്റമിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് ആർക്കായാലും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അത്ര, ഇപ്പം ഞാനാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും അത്രയ്ക്ക് എൻഗേജ്ഡ് ആയിട്ടൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഒരു 12 hours 14 hours ഒക്കെ പോയതുകൊണ്ട്, പക്ഷേ നമ്മൾ ചിലപ്പോൾ തൊടാത്ത ദിവസങ്ങളുണ്ട്. അതൊരു അൺഈവൻ പാറ്റേണിൽ അതൊന്നും നമുക്കൊരു സ്റ്റഡി ലൈനിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. സ്റ്റഡി ആയിട്ട് 8 hours കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് നിന്ന ആൾക്കാരുണ്ട്. അത് അപ്രിഷിയബിൾ ആണ്. 1-2 ആൾക്കാർ അങ്ങനെയുണ്ട്. അപ്പം ഇതിലൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് ഇതേ പറ്റത്തുള്ളൂ. പക്ഷേ ഞാനൊരു 60 to 70% ആണെങ്കിൽ അക്സെപ്റ്റബിൾ. 30% എൻഗേജ്മെന്റ് അത്രേ ഉള്ളൂ. 100 അല്ലെങ്കിൽ 90 ഒന്നും വേണമെന്ന് പറയുന്നില്ല. 60 to 70% ആവുള്ളൂ. പക്ഷെ എങ്ങനെ ചില ആൾക്കാരാണെങ്കിൽ ഒരു 40ക്ക് താഴെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല. ആൻഡ് ബേസിക്കലി ഒരു IT കമ്പനിയിൽ വരുമ്പം ഇതിനകത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൂൾ കമ്പ്യൂട്ടറാണ്. ഇത് യൂസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അത് അവർക്ക് വിസിബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതെടുത്തുകൊണ്ട് പോയി നമ്മൾ റിപ്പോർട്ട് എടുത്ത് കാണിച്ച് ഇത് പേടിപ്പിക്കാനോ അതിന്റെ ബേസിസിൽ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല. സിമ്പിളായിട്ട് ഡെയിലി റിപ്പോർട്ടിൽ സിസ്റ്റം എൻഗേജ്മെന്റ് കാണിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ അവരുടെ പെൻഡിങ്സിന്റെ കാര്യങ്ങളും, പിന്നെ അന്ന് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ സെൽഫ് അവയർനെസ്. അതൊരു സെൽഫ് റിപ്പയറിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് കറക്ഷന് വേണ്ടിയിട്ടുള്ളൊരു മിററായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പ്രൊഡക്റ്റീവ്. നമുക്കിപ്പോൾ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം, വേണ്ട കുഴപ്പമില്ല. ഇപ്പം മൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു, ട്യൂസ്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു തേഴ്സ്ഡേ വരെ എങ്ങനെ ഉണ്ടായിരുന്നു, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടിരിക്കാം. എന്നിട്ട് വെള്ളിയാഴ്ച കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പ്രൊഡക്ടിവിറ്റി നമ്മൾ അറിയുവാണെങ്കിൽ, മാനേജർ അറിയുന്നത് പിന്നെ രണ്ടാമത് പോട്ടെ, പക്ഷെ സെൽഫായിട്ട് നമുക്കൊരു മിറർ പോലെ നമുക്കിത് കാണിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാമല്ലോ, ഇല്ലേ? അതെ. അപ്പോൾ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇവിടെ ഇപ്പം ഒരിക്കലും ടൈമിൽ വന്ന് ടൈമിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ഓവറോൾ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് തോന്നുന്നത്. ഇതെപ്പം ഈ ആവറേജ് ലോ ആവുമ്പോഴേ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിങ്ങിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരാളെടുത്ത് ചോദിക്കുന്നത് ആ ഒരു പോയിന്റിലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. പക്ഷേ
പലപ്പോഴും ഇത് കാണുന്നതും ഇത് ഈ പറയുന്ന ഈ കമ്പനി പൊളിറ്റിക്സിന്റെ വകയായിട്ടും ഈ നെഗറ്റിവിറ്റി സ്പ്രെഡിങ്ങിന്റെ വകയായിട്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ഈ രീതിയിൽ അങ്ങ് മെന്റർ ചെയ്ത് ട്യൂട്ടർ ചെയ്ത് ഇങ്ങനെ അങ്ങ് സെറ്റാക്കി എടുക്കുക. ഇവിടെയാണ് സാർ നേരത്തെ പറഞ്ഞ ഓഫീസ് പൊളിറ്റിക്സ് വരുന്നത്. അതെ. അതുപോലെ ന്യൂ കമേഴ്സിന് കിട്ടുന്ന ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ടൈമിന് വരണം. സീനിയേഴ്സിന്റെ വകയിലും ഇപ്പം ഉണ്ടായില്ലായിരിക്കാം, പക്ഷെ മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടൈമിന് വരണം, നിങ്ങൾ 6:30 ആവുമ്പോൾ ഓഫീസിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യണം, അതിനപ്പുറത്തോട്ട് ഇരിക്കരുത്. റീസൺ, നിങ്ങളിരുന്ന് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരത്തില്ലേ? ഞങ്ങളിൽ നിന്നും കമ്പനി അത് ഇത് ചെയ്യുമല്ലോ. അതെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കൾച്ചർ, നിങ്ങൾ മാറ്റാൻ പാടില്ല. മനസ്സിലായി? ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച സിസ്റ്റം ഇതാണ്. അപ്പൊ ഈ 6:30+ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കുറച്ച് നമ്മളിപ്പോ നോർമലി ഒരു മോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ടൈം വെച്ച്, പ്രത്യേകിച്ച് ഈ ഒരു ഇത് ഇപ്പൊ ഒരു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ മെഷീൻ റണ്ണിങ് ആണ്, നമ്മൾ ജസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ ടൈം കഴിയുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാം. അതിനാവശ്യത്തിന് ഇതിന്റെ ടൈം ടു ടൈം ബ്രേക്ക് ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ വർക്കാണ്, ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ നമുക്കൊരു ടൈം വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഞാനും ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ആണ്. മേ ബി ഇപ്പം ടെസ്റ്റേഴ്സിനാണെങ്കിലും ഓക്കെ, പക്ഷെ എന്തായാലും ഇതിലിപ്പോ നമ്മളൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ആ ടാസ്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. അത് കംപ്ലീറ്റ് ചെയ്യാൻ അന്ന് നൈറ്റ് വരെ ഇരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു ഡീസന്റ് മൈൽ സ്റ്റോണിൽ എത്തിക്കാതെ അത് ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് പ്ലസ് പോയെന്ന് വരാം, ഇല്ലേ? ഇല്ലെങ്കിൽ ഈ ടൈമിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 4 മണിക്ക് മുമ്പ് 5 മണിക്ക് മുമ്പ് പ്ലാൻ ചെയ്യണം. എനിക്ക് അടുത്ത പണി കിട്ടുമെന്നുള്ള പേടിയും കാണും. അടുത്ത പണി കിട്ടുമെന്നുള്ള പേടിയും കാണും. ആര് തരുന്നു? ഈവൻ ഇപ്പൊ ഒരു വർക്ക് ഇപ്പൊ 9 hours കൊണ്ട് തീർക്കാൻ പറ്റും, അത് ഞാൻ ഫുഡ് കഴിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ലല്ലോ, കാരണം ഓൾറെഡി ഇവിടെ ലിസ്റ്റ് അല്ലേ കിടക്കുന്നത്, പേഴ്സണലി അസൈൻ ചെയ്യുന്നതല്ലോ, ടാസ്ക് സെന്ററിൽ ലിസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. പെൻഡിങ് ടാസ്ക് വരുമ്പോൾ എന്തായാലും കമ്പനിക്ക് അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. എന്ത് പെൻഡിങ്, ഒരു വർക്ക് പെൻഡിങ് കിടക്കുന്നതിനെക്കാട്ടും അല്ല, ഇന്നിപ്പം ഞാൻ സാറ്റിസ്ഫാക്ടറി ആയിട്ട് തീർത്തിട്ട് പോയി, അതൊരു മൈൽ സ്റ്റോൺ ആണ്. ഇപ്പൊ നേരത്തെ തീർത്തു എന്ന് പറഞ്ഞാൽ അല്ലെ ടൈമിൽ തീർത്തു ഇല്ല, ഇപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത ദിവസം വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേ സമയത്ത് ഇന്നിട്ടത് ഞാൻ ശരിയായ ടൈം കഴിഞ്ഞ് വിട്ടിട്ട് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ് നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇത് ചെയ്യുന്നത് ഡെവലപ്പേഴ്സിനായിരിക്കും. ഡെവലപ്പേഴ്സിനാണ് മെയിൻ ആയിട്ട്. എന്ന് വെച്ചാൽ അവരിപ്പോ ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർ ആ ഒരു മൈൻഡ് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സാർ പറഞ്ഞതുപോലെ അവരുടെ ഒരു മൈൽ സ്റ്റോണിൽ എത്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നാളെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അവർക്ക് ചെയ്യാൻ കിട്ടുന്നത്. അപ്പം വേറൊരു ഇതിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നവരും ഉണ്ടായിരുന്നു, അങ്ങനെ ആരും ഉണ്ടെന്നല്ല. പക്ഷെ അത് ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലിപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന ബാക്കിയുള്ള ന്യൂട്രൽ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് ആ രീതിയിൽ അങ്ങ് ആക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചാലഞ്ചസ് ഈ പറയുന്ന ഇപ്പം പ്രോഗ്രാമിംഗ് ഇൻഡസ്ട്രിയിൽ, അതായത് ഇപ്പം ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പൊ ഞാനിപ്പം അടച്ചാക്ഷേപിച്ച് എല്ലാവരെയും ഒരുപോലെ പറയുന്നില്ല, പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. ഇപ്പം ഈ ഷിഫ്റ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പൊ 2-3 ഷിഫ്റ്റ് വെച്ചിട്ട് ഈ ക്ലയന്റിന്റെ ടൈംസിന് അവൈലബിൾ ആയിരിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലാതെ ഇപ്പൊ ഈവൻ ഇത് വെച്ചാൽ ഡേ മാത്രം വെച്ചാൽ പോലും ഇപ്പൊ ഒരാളും ഈ പറയുന്ന ഒരു ഹാഫ് ആൻ അവറോ 1 hour കൂടുതൽ നമ്മുടെ ഓഫീസിൽ ഇരിക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ റയർ ആയിരിക്കും. അല്ല, അതും ഇപ്പൊ അങ്ങനെ ഒരു ഇത് വന്നെങ്കിൽ നമ്മളത് കാണാതെ പോയിട്ടുള്ളൂ. നമ്മള് ഡെയിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അതിനകത്ത് എക്സ്ട്രാ എഫേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു എക്സ്ട്രാ വിടുന്ന എഫേർട്ട് നമ്മൾ അക്കൗണ്ടഡ് ആണ്, അവരുടെ ഓരോ എക്സ്ട്രാ എഫേർട്ടും അവിടെ അക്കൗണ്ടഡ് ആണ്. സോ അതുകൊണ്ട് കാര്യങ്ങൾ ഇത് കൂടുതൽ എംപ്ലോയി ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. എംപ്ലോയീസിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ടെക്നിറോൺസ് പറഞ്ഞ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് 1-2-3 കമ്പനീസിൽ ഞാനിതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഇവൻ ഈ പറയുന്ന എംപ്ലോയി ഫ്രണ്ട്നെസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ആസ് ആൻ എംപ്ലോയി ഒരു എംപ്ലോയി എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചുകൊണ്ട് തുടങ്ങിയപ്പം എൻ്റെ ഒരു ഡ്രീം ഇതായിരുന്നു,
ഒരു എംപ്ലോയി ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ ആവാം. പക്ഷെ ഈവൻച്വലി അത് മാറിപ്പോവാണ്. സാറിന്റെ ആ ഒരു ഡ്രീമിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിനെല്ലാരും കൂടെ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ. അല്ല ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾ ഇത്രയൊക്കെയാണ്. അതായത് ഇവിടെ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് വേണം, ഒരു നല്ല ക്രിയേറ്റിവിറ്റി വേണം, ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൽ എല്ലാ ആൾക്കാരുടെയും ഇൻവോൾവ്മെന്റ് വേണം. ഓക്കെ, ചെറിയ ചെറിയ സക്സസ് ആണെങ്കിലും നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാം നമുക്കിനകത്ത് വരണം. സോ പ്രൊഡക്ടിവിറ്റിയും വരണം. ആൻഡ് ഇപ്പൊ ഇതിനകത്ത് നമുക്കൊരു നല്ലൊരു ബോണ്ടിങ്, നല്ലൊരു ഫാമിലി, ആ ഒരു കൾച്ചർ ഉണ്ടാവണം. പണ്ട് ഞാൻ അത് ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോളിറ്റിക്സ് കയറി വന്നതോടെ അത് ഒരു വലിയൊരു ഗ്യാപ്പായി പോയി. ഒരാൾ മാത്രം തുടങ്ങിയാൽ പറ്റില്ല. ഒരാൾ മാത്രം തോണി എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം ഇതില്ലല്ലോ, വള്ളം തോണിയല്ലോ, വള്ളം ഒരാൾ മാത്രം തുഴഞ്ഞാൽ പോകില്ല. വള്ളം ഒരാൾ തുഴഞ്ഞാൽ പോയിരിക്കും. മറ്റേ ഇത് പശു പോയി. അല്ല അത് ഏജസ് എന്ന് പറഞ്ഞ എന്താണ് സംഭവം? മറ്റേ തോണിയാ വള്ളം, തോണിയാണ് ഒരാൾ കുട്ടനാട്ടിലേക്ക് മറ്റേ ഈ സാധനം മറ്റേ വള്ളം കളിക്കുന്നത്. അങ്ങനെ വെച്ചാൽ അത് ഒരാൾ മാത്രം തുഴഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് കൂട്ടായി ഒരു പരിശ്രമം ഉണ്ടെങ്കിലാണ് അത് മൂവ് ആവുക, വിജയിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് പോയിന്റ് എത്തുക. സാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സാറ് മാത്രം തുഴഞ്ഞാൽ പറ്റില്ല, കൂട്ടായി കൂടെ ഇത്രയും പേരെ വെച്ചോണ്ട് ഇനിയിപ്പോ ഒറ്റയ്ക്ക് തുഴയണമെങ്കിൽ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് തുഴഞ്ഞോളാം. പക്ഷെ ഇത്രയും പേരുള്ളപ്പോ അവരും എന്റെ അതേ ഡയറക്ഷൻ തുഴയണം. ഈ ഇരിക്കുന്ന ഇപ്പൊ ഒരു വള്ളത്തിന്റെ അറ്റത്ത് ഞാൻ ഒരു സൈഡിലോട്ട് തുഴയുന്നു, പുറകെ വേറെ കുറച്ച് പേരൊന്ന് വേറെ ഡയറക്ഷൻ തിരഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടെങ്കിലും പോകും. അല്ലേ? ഒരു ഇതില് ഫിക്സഡ് പോയിന്റ്. അതെ, ഇപ്പൊ ചുണ്ടൻ വെള്ളം ആണെങ്കിലും ശരി, അവിടെ തുഴയാൻ ഒരാളെ ഉള്ളെങ്കിൽ അയാൾ തുഴഞ്ഞാലും ആ സ്പീഡിൽ അത് പോവും. ശരിയല്ലേ? അതെ. രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരും തുഴയുന്ന ഒരു ഡയറക്ഷനോട്ടായിരിക്കണം. പക്ഷെ ഈ പറയുന്ന സംഭവം അതൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ പറഞ്ഞ ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ആന്റി ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയണ്ട, ഒരു ആന്റി ഓഫീസ് പൊളിറ്റിക്സ്. അത് ബിസിനസ്സിനെ ഡിസ്ട്രക്ട് ചെയ്യാനും അതിന്റെ ഒരു വാല്യൂ കുറയ്ക്കാനും. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പം ആർക്കോ എന്തൊക്കെയോ ഒരു സുഖം, അത്രേ ഉള്ളൂ, ഒരു മനസ്സുഖം. ഓക്കെ, ഇത്രയായില്ലേ? അപ്പൊ നമുക്ക് മലയാളം വേർഷൻ താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് കൊടുക്കാം. അതെ.